കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ ആദ്യം എടുക്കേണ്ട നിലപാട് ജനങ്ങൾക്കൊപ്പം സർക്കാർ ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ഉണ്ടാക്കിയെടുത്താൽ തന്നെ 50% അല്ലെങ്കിൽ പകുതി പ്രശ്നങ്ങൾ അതോടുകൂടി തീരും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ സമയത്ത് സൽക്കാര വിരുന്നിൽ പോയതും അദ്ദേഹം മുന്നേ ചാർട്ട് ചെയ്ത പരിപാടികൾ മാറ്റാതിരുന്നതും ഒക്കെയാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിൽ പോവുകയും അവിടെ കുട്ടിയെ എടുക്കുകയും അവർക്കൊപ്പം ചായ കുടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ആര് പറഞ്ഞാലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നടക്കണം, അത് CPM-കാരായാലും വിമർശിച്ചാൽ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ന്യായമാണെങ്കിൽ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുവരെ വിദ്വേഷത്തോടു കൂടി സംസാരിച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചവരെ പോലും തനിക്ക് അനുകൂലമാക്കി സംസാരിക്കാൻ അല്ലെങ്കിൽ കയ്യിലെടുക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം, ഒരു വിവാദം ഉണ്ടാവുകയും അടുത്ത ദിവസം വന്നിട്ട് അതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പോലും മാധ്യമ പ്രവർത്തകർ പോലും ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ എന്ന് പറയുന്ന കൺവിൻസിങ് സ്റ്റാറായി, പൂക്കി മുഖ്യമന്ത്രിയിൽ നിന്ന് കൺവിൻസിങ് സ്റ്റാർ മുഖ്യമന്ത്രിയായി തന്നെയാണ് വി.ഡി. സതീശൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ വിവാദമായത് ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തിനാണ് ഞാൻ പോയത്, ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിലാണ് ഭാര്യയുടെ അച്ഛനെ കാണാൻ പോയത് അല്ലെങ്കിൽ ആ പിതാവിനെ കാണാൻ പോയത്. അത് കൊച്ചിയിൽ ഒരാളെ കാണാൻ പോയപ്പോൾ അവിടെ കയറി എന്നുള്ളതാണ്. അല്ലാതെ സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഇതേ കാര്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഉരുണ്ട് കളിക്കേണ്ട ഒരു രീതി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെയല്ല എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ചില ആളുകളെ രഹസ്യമായി കാണേണ്ടി വരും, ചില ആളുകൾ അവിടെ ഉള്ളിടത്ത് നമ്മൾ പോയി കാണേണ്ടി വരും എന്നുള്ള രീതിയിലേക്കൊക്കെ മുഖ്യമന്ത്രിയുടെ സംസാര രീതി മാറിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം വ്യക്തമായി പറഞ്ഞതാണല്ലോ. ഇനി നിങ്ങൾ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നു. കൺവിൻസിങ് സ്റ്റാർ ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആദ്യം മുഖ്യമന്ത്രി പറയുമ്പോൾ ജനങ്ങളെല്ലാം വിശ്വസിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത് വി.ഡി. സതീശന്റെ വിജയം തന്നെയാണ്. എന്നാൽ ഇനി ഈ തുടക്കത്തിലേ ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നീട് വലിയ രീതിയിൽ ഉരുളേണ്ടി വരില്ലേ? ഉരുളേണ്ടി വരുന്നു മാത്രമല്ല, ഇപ്പൊ വി.ഡി. സതീശൻ അത്യാവശ്യം മാറി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ തുടക്കം മുതലേ വി.ഡി. സതീശന്റെ പത്രസമ്മേളനങ്ങളും അതുവഴി ഉണ്ടാകുന്ന ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ, ജനങ്ങൾക്ക് അത് കാണാനുള്ള ഒരു ആഗ്രഹവും അങ്ങനെയൊക്കെ അതിനുള്ള താല്പര്യമൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തിലും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ വരുവാണ്. പക്ഷെ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാവും. അതിന് പിറ്റേന്ന് മറുപടി കൊടുക്കുമ്പോൾ വി.ഡി. സതീശൻ കൃത്യമായിട്ട് ആ മറുപടി, വി.ഡി. സതീശന്റെ മറുപടിയിലൂടെ ഈ വിവാദം ഒതുങ്ങുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പലരും ചർച്ചയാവുന്നുണ്ടെങ്കിലും പക്ഷെ അതങ്ങ് ഒതുക്കി തീർക്കാനുള്ള ഒരു കഴിവ് വി.ഡി. സതീശന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്നെങ്കിലും പക്ഷെ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഇതിനകത്ത് വി.ഡി. സതീശൻ ഒന്ന് ഉരുണ്ട് കളിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രളയ സമയത്ത് ദുരന്തബാധിതർ കഷ്ടപ്പെടുന്ന സമയത്ത് മലപ്പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ഒരു സംഭവമായിരുന്നു. അതിനുള്ള മറുപടിയൊക്കെ കൊടുത്തു. ഞാൻ അവിടെ 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചത്, ഭക്ഷണം കഴിക്കുന്നത് ഇതുമായിട്ട് എന്തിനാണ് കൂട്ടിക്കൊഴിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് പിണറായി വിജയനെ ഒന്ന് കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം അല്ലെങ്കിൽ പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി അന്ന് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, എങ്കിലും ഞാനും പട്ടിണി കിടന്നതാണ്. ഒരുമാതിരി അതൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമല്ല, അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൻസറും അല്ല. എങ്കിലും അത് അവിടെ കഴിഞ്ഞു, അതൊരു ഭാഗത്ത് പോയിട്ട്. അപ്പൊ അടുത്തതായിട്ട് വരുന്നത് രണ്ടാമത് ഈ ഹെലികോപ്റ്റർ വിഷയമാണ്. അല്ലെങ്കിൽ ഇവിടെ പോകുന്നത് ഡയറക്റ്റ് പ്രളയ ബാധിത പ്രദേശത്ത് പോയി അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആശ്വസിപ്പിച്ചു. അതിലൊക്കെ വി.ഡി. സതീശൻ തൻ്റെതായ കഴിവോടുകൂടി ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടപ്പാക്കി. ബാധിച്ചവരൊക്കെ ആശ്വസിച്ചു, നേരിട്ട് കണ്ടു, എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ചെയ്തു. അതിലൊക്കെ വിജയം. ഇപ്പൊ ഒരു ദുരന്തം വന്ന് നിൽക്കുന്ന സമയത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുകയല്ല, വ്യക്തമായി പഠിച്ചുകൊണ്ട് തന്നെയാണ്. അതൊക്കെ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ MLA-യുടെ പ്ലസ് പോയിന്റ് തന്നെയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. അതെ, ഓരോ ചോദ്യത്തിൽ നിന്നും അതിനുള്ള ആൻസർ തരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പഠിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഓരോ കാര്യവും പഠിച്ചിട്ട് തന്നെയാണ് മറുപടി പറയുന്നത്. എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് വി.ഡി. സതീശന് നന്നായിട്ട് അറിയാം. പല MLA-മാരും കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ വിളിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ MLA-മാരെ വിളിച്ചിട്ടില്ല, ഒരു MLA-മാരെ ഞാൻ വിളിച്ചിട്ടില്ല. ആർക്കാണോ, ഏത് മന്ത്രിക്കാണോ ജില്ലയിലെ ചാർജ് ആ മന്ത്രി, കളക്ടർ, താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ പോലും ഞാൻ വിളിച്ചിട്ടില്ല. കാര്യം താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരികയാണെങ്കിൽ കാര്യങ്ങൾ തകിടം അറിയുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ MLA-മാരെയൊന്നും പ്രത്യേകം വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ അത്രയും നന്നായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ
പല വിഷയങ്ങളിലും ഒരു ഉരുളൽ ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള യഥാർത്ഥ പ്രശ്നം. അതെ അതെ, അതിന്റെ ഉരുളൽ ഉണ്ടാവുന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായി നടന്നു. വീണ്ടും വി ഡി സതീശൻ പ്രളയത്തെ കണ്ടില്ല, ആ ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മാഞ്ഞു പോകുന്നു. വീണ്ടും സതീശൻ പൊങ്ങി നിൽക്കുന്നു. അതായത് ആ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്കിടയിൽ ഉയർന്ന സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു, ഗ്രാഫ് ഉയർത്തുന്നു. വീണ്ടും വരുന്നത് അടുത്ത ഈ ഇവിടെ വന്ന്, അതായത് ഹെലികോപ്റ്ററുമായിട്ട് കൊച്ചിയിൽ വന്ന സംഭവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തിന്, അതായത് ഒരു ചോദ്യം പ്രധാനമായിട്ട് ഇങ്ങനെയാണ്, നിക്ഷേപകർ കാണാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ ആദ്യത്തെ. അപ്പൊ എന്തുകൊണ്ട് നിക്ഷേപകരെ അങ്ങോട്ട് കാണാൻ പോയി, നിക്ഷേപകർ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ ഇങ്ങോട്ട് വന്നില്ല? അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടത്. അല്ലാതെ നിക്ഷേപകർ എവിടെയാണോ ഉള്ളത് അവിടെ പോയി കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചിലരെ രഹസ്യമായി അങ്ങോട്ട് കാണേണ്ടി വരും, രഹസ്യമല്ലാതെയും കാണേണ്ടി വരും, ചിലർ ഇങ്ങോട്ട് വന്നും കാണേണ്ടി വരും. അത് അങ്ങനെയൊക്കെ പല രീതിയുമുണ്ട്. അതൊക്കെ ഓരോന്ന് വേണ്ടതുപോലെ ചെയ്യാമെന്നുള്ള രീതി, അതാണ് മറുപടിയാണ് പുള്ളി പറയുന്നത്. അത് നമുക്കറിയാം. അതിനു മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് കൊച്ചിയിൽ നിക്ഷേപകരെ കാണാൻ വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് പറഞ്ഞത് കൊച്ചിയിൽ പോയപ്പോൾ അവരോട് ഉള്ളത് കണ്ടു എന്നാണ്. അപ്പൊ അതിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിപ്പോ പറയുമ്പോൾ ആലോചിക്കുന്നത്, പ്ലീഡറുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ഉണ്ടാകുമ്പോൾ KSUക്കാർക്ക് എന്താണ് പ്ലീഡർ നിയമനത്തിൽ തിരുവനന്തപുരം ലോ കോളേജിലെ KSUക്കാർക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് അത് വലിയ വിവാദമാകുമ്പോൾ അടുത്ത ആഴ്ചത്തെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ, അടുത്ത ബുധനാഴ്ച മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും ഇരിക്കുകയല്ലോ, നോൺ റെക്കോർഡ് ആയിരുന്നല്ലോ, ഞാൻ അങ്ങനെയല്ല, KSUക്കാർക്ക് എന്ത് ആ ഒരു അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത് പറഞ്ഞാൽ അന്നും ഇതേപോലെ ഒരു ഉരുളായിരുന്നു. ഇപ്പൊ വീണ്ടും ഇതേ വിഷയത്തിൽ അല്ലെങ്കിൽ അടുത്ത ഹെലികോപ്റ്റർ വിഷയത്തിലും അതുപോലെ ഒരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോ മാധ്യമപ്രവർത്തകരുടെ മറുപടി വീണ്ടും അത് ക്ലിയർ ആവാൻ വേണ്ടിട്ട് ഇങ്ങനെയല്ലേ ഉണ്ടായത്. അതായത് നേരത്തെ പറഞ്ഞത് കൊച്ചിയിൽ പോവാൻ വേണ്ടി പോയപ്പോ കണ്ടതെന്നല്ല, ഇതിനു വേണ്ടി പോയി എന്നാണല്ലോ. അപ്പൊ അങ്ങനെ വീണ്ടും എടുത്തു ചോദിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് താല്പര്യം, നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കും, ഇതിനൊരു ഉത്തരം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇത്രയും വലിയൊരു ഞാൻ പറയേണ്ടതെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇത് വീണ്ടും ഈ ഒരു ഇത്രയും വലിയ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ അത് മതി, ചോദ്യം മതി, ചോദ്യം ഇനി അടുത്ത ആൾ ചോദിക്കും എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് സാധാരണ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നുള്ള ഒരു മറുപടി പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ഇനി ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൻസർ കൊടുത്തിട്ടാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കൊട്ടു മാധ്യമ പ്രവർത്തകർ, ശബരിമല നെയ്യെപ്പറ്റി നിങ്ങൾക്ക് അറിയണ്ടേ, PSC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത്. ഇത്രയും ചോദ്യങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ എഴുന്നേറ്റ് പോകുമ്പോഴാണ്, പിന്നെ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല, എഴുന്നേൽക്കുന്നതോട് കൂടിയാണ് പോകുന്നത്. അങ്ങനെ ആ ചോദ്യത്തിനുള്ള ആൻസർ ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. പക്ഷേ വി ഡി സതീശനിൽ ചില മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. അല്ല, ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നത്, ഓരോ പത്രസമ്മേളനം നടത്തുന്നതിലും ഒരു നുണ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതായത് വി ഡി സതീശൻ ഓരോ പത്രസമ്മേളനം ഒരു നുണ എന്തായാലും ഉണ്ടാവും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നുണേശനാണ്, സതീശനല്ല എന്നായിരുന്നല്ലോ അതെ അതെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും പറഞ്ഞു, ഇപ്പൊ പറയുന്നതൊക്കെ കള്ളമാണ്. ഈ ഹെലികോപ്റ്റർ യാത്രയെ കുറിച്ചാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്നോ രണ്ടോ തവണയൊക്കെ ഇത്തരം ഉരുളലുകളൊക്കെ നടക്കും. സ്ഥിരമായി ഇന്ന് പറയുന്നത് അടുത്ത ദിവസം പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഓൺ റെക്കോർഡാണല്ലോ എന്നുള്ളത്. റെക്കോർഡാണ് അന്ന് ഇന്ന് എന്ന് പറഞ്ഞ് എല്ലാവരും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മുഖ്യമന്ത്രി തന്നെ ആലോചിക്കണം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർ അത് കുത്തി ചോദിക്കാൻ പോകും മുഖ്യമന്ത്രിയോടൊക്കെ. വലിയൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. സ്വാഭാവികമായും സാധാരണ നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ദുരന്തത്തിൽ നിൽക്കുന്നവർ ചിന്തിക്കുക. ഇപ്പൊ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ പോയത് അദ്ദേഹം മറുപടി പറഞ്ഞല്ലോ. ഇപ്പൊ ദുരന്തത്തെ പറ്റി സംസാരിക്കുക, അതെങ്ങനെ ഒഴിവാക്കാമെന്ന് അല്ലെങ്കിൽ അതിനെന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നല്ലേ മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ടത് എന്ന ഒരു നിഷ്പക്ഷരായ ആളുകളുടെ ഉള്ളിൽ അത്തരം ഒരു ആശങ്ക, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ പറയുന്നത് ശരിയല്ല, സതീശൻ അല്ലെ മുഖ്യമന്ത്രി പറയുന്നതാണ് ശരി, അദ്ദേഹത്തിന്റെ വശം 2 ദിവസം പറഞ്ഞു, എന്നിട്ട് എന്തിനാണ് ഇത് തന്നെ വീണ്ടും ചോദിക്കുന്നത്? ഞങ്ങളെ പോലുള്ള അല്ലെങ്കിൽ ദുരന്ത മുഖത്ത് എന്താണോ സംസ്ഥാനത്തിനുണ്ട് അതല്ലേ മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ടത് എന്നൊരു തോന്നൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്.